എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ നിയോ ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തും നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലം പാലത്തറ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷെർബിലാണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹ്യുണ്ടായിന്റെ വെന്യൂ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആണ് വരുന്നത്. ഇപ്പൊ ഇതിന് ന്യൂ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അടുത്തുള്ളത് 2024 മോഡൽ, വെറും ലോ കിലോമീറ്റർ എന്ന് പറയുന്നത് ഷോറൂം കണ്ടീഷനാണ് ഈ ഒരു വെഹിക്കിൾ കിടക്കുന്നത്. അതായത് 4000 കിലോമീറ്റർ വെഹിക്കിൾ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. വെറും 4000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. അറിയാലോ. ഈ ഒരു വെഹിക്കിളിന് എന്തൊക്കെ ജസ്റ്റ് നമുക്ക് വാക്കൗണ്ട് ചെയ്യാം. നല്ലൊരു അടിപൊളി ഗ്രില്ലും കാര്യങ്ങളും വരുന്നുണ്ട്. ഫുള്ള് ക്രോമിയം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. DRS വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതുപോലെ തന്നെ താഴെ പ്രൊജക്ട് ലാമ്പ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ എയർഡാം പോർഷൻസിലൊക്കെ പ്ലാസ്റ്റിക് ക്ലാഡിങ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. സി ടൈപ്പ് അലോയിലിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. അത് ഒറിജിനൽ അലോയിലല്ല വരുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഓൾ ഓവർ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. നിങ്ങൾ നോക്കി മനസ്സിലാവും. വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഗ്ലാസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടുള്ളത്. DCT കാണാം. DCT ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിന് കുറച്ച് നോർമൽ ടൈപ്പാണ്. ഇത് S ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. പിന്നെ കീലെസ് എൻട്രി ഇതിന് വരുന്നില്ല. നമുക്ക് കൈ കൊണ്ട്, അതായത് നോർമൽ കീ ആണ് ഇതിന് വരുന്നത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. റൈൻഷീൽഡിന് ഒരു ചെറിയൊരു ക്രോമിയം എലമെന്റുകൾ കാണാം. അപ്പോൾ ബാക്കിൽ ഞാൻ പറഞ്ഞ നോർമൽ അലോയിലല്ല, അതായത് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ നമ്മളെ വീൽ കപ്പ് ചെയ്തതാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. വെന്യൂ എന്നില്ല, ഒരു എലഗന്റ് ലുക്കാണ് വെഹിക്കിൾ. ബാക്കിലൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയാണ് ബാക്ക് സൈഡൊക്കെ കൊടുക്കുന്നത്. ഫോർ ലൈനും വൈപ്പേഴ്സ് വരുന്നുണ്ട്. നല്ല LED ലൈറ്റ്സ് വരുന്നുണ്ട്. കണക്റ്റഡ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടെർബോ എന്നുള്ള ബാഡ്ജിങ് ആണ്. വെന്യൂ ഉണ്ടായി. പിന്നെ താഴെ ഇവിടെ റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പോർട്ടി അപ്പിയറൻസ് വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സ് ഇവിടെ ഒക്കെ കാണാം കേട്ടോ. ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി. അതായത് ഒക്കെ ഒരു ഷോറൂം കണ്ടീഷനിലാണ് വെഹിക്കിൾ കിടക്കുന്നത്. പാർസൽ ട്രൈങ് ആണ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ എടുക്കണം. വെറും 4000 കിലോമീറ്റർ ഓടി നല്ലൊരു കിഡിലം വെഹിക്കിളാണ്. ഒരു തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വെഹിക്കിൾ. എല്ലാ സൈഡിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകളോ ഒന്നുമില്ല. അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റി. വെറും 2 വർഷം നമ്മൾ ഫോക്കസ് മോട്ടോഴ്സ് എന്ത് കൊടുക്കുന്നത്, വാറന്റി കൊടുക്കുന്നുണ്ട് ഒരു വെഹിക്കിളിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും. വെഹിക്കിളിന്റെ ഇന്റീരിയർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളാണ്. ഞാൻ ആദ്യം പറഞ്ഞു, വെറും 4000 കിലോമീറ്റർ ഈ ഒരു വെഹിക്കിൾ എന്ത് ചെയ്തിട്ടുള്ളൂ, റൺ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഡിസ്പ്ലേ അവിടെ കിടക്കണം. ഇപ്പൊ വെഹിക്കിൾ എന്ത് ചെയ്യാണ്, സ്പോർട്ട് മോഡിലാണ്. നമുക്കിവിടെ ഡ്രൈവ് മോഡ് സെലക്ഷൻ വരുന്നുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ് എന്നിങ്ങനെ 3 മോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്പോർട്ടി ആയിട്ട് ഫാമിലി കംഫർട്ടോട് കൂടി നല്ല രീതിക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വെഹിക്കിളാണ് നമ്മുടെ വെന്യൂ. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, 2 വർഷം എഞ്ചിനും ഗിയർ ബോക്സിനും വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും കാര്യമില്ല, ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഹ്യുണ്ടായി ആണ്. ഒരുപാട് നല്ല നല്ല അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ടോ. ഡിസ്പ്ലേ ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. കണ്ടില്ലേ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് ഷിഫ്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് മാനുവൽ മോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒട്ടനവധി ഒരു ഫീച്ചേഴ്സുള്ള ഒരു വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് ലൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ്. പിന്നെ 12 വോൾട്ടിന്റെ സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ സീറ്റ്സ് ഒക്കെ നോക്കിയാൽ റെഡ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല റെഡ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് വരുന്നുണ്ട് മുകളിൽ. നല്ല വെയിലാണ് പുറത്ത്. നല്ല സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. പാനോറമിക് അല്ല, നോർമലാണ്. അതുപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളും കണ്ടില്ലേ. ഇത് നിങ്ങൾക്ക് ഷോറൂം കണ്ടീഷൻസിലാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെ നിങ്ങൾ വെഹിക്കിൾ ഇറക്കുന്നോ ആ ഒരു രീതിക്കാണ് ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഫുള്ള് നീറ്റ് ആൻഡ് ക്വാളിറ്റി. എവിടെ ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകളോ അതുപോലെ തന്നെ ഫെയ്ഡ് സീറ്റ്സ് പൊട്ടിപ്പോരും അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ വരെ നോക്കിയാൽ മനസ്സിലാകും. ഇതിന് കൂടെ ഒന്നും ലൈൻസ് പോലും ഇല്ല. ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും ഒരു ലൈൻസ് പോലും. പെട്രോൾ എഞ്ചിനാണ്. ഹ്യുണ്ടായിന്റെ ഒക്കെ മ്യൂസിക് സിസ്റ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല രീതിക്ക് നല്ല ക്വാളിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റം ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ചെറിയ ചെറിയ ടിൻഡൊക്കെ അടിച്ചിരുന്നു. അതായത് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരുന്നു, കൂളിംഗ് അടിച്ചിരുന്നു ഗ്ലാസ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ ഒരു ഫാമിലി SUV നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ വെന്യൂ. ഏത് തരത്തിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വളരെ ചെറിയൊരു വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളിന്റെ ഡീറ്റെയിൽസോടും പോകാം. നമുക്ക് ഇത് വെന്യൂ 2024 ആണ് കേട്ടോ. 2024 വെഹിക്കിളാണ് വരുന്നത്. ഏകദേശം 4000 കിലോമീറ്റർ ഈ വെഹിക്കിൾ ആകെ കവർ ചെയ്തിട്ടുള്ളൂ. ഓപ്ഷനിൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ വീൽ സ്പാനറും ജാക്കിങ് സെക്കൻഡ് കീം എല്ലാം അവൈലബിൾ ആണ്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്.
ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 11,75,000 രൂപയാണ് കേട്ടോ. 11,75,000. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായി നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാ ലിസ്റ്റും വരുന്നുണ്ട് കേട്ടോ. focusmotors.in അടിച്ചു കഴിഞ്ഞാൽ www.focusmotors.in അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.